ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പോളണ്ട് മലയാളി. ഹാപ്പി ക്രിസ്മസ്. ഇന്ന് പോളണ്ടിലെ ക്രിസ്മസ് കാഴ്ചകളാണ്. കണ്ടില്ലേ, നല്ല ലൈറ്റ് സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. രാത്രി കാണേണ്ട കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ സ്ഥലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ ക്രിസ്മസ് കാഴ്ചകൾ കാണാം. വാ. അടിപൊളി സെറ്റപ്പാണ്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. നല്ല കാർണിവലൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? പൊളി വൈബാണ് കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ല. ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. ഇവിടെയൊക്കെ വരാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നം പോലും കണ്ടതല്ല. ഈ യൂറോപ്പിലേക്ക് ഇതൊക്കെ കൊള്ളാം കേട്ടോ. അടിപൊളി. ഓണമായാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എന്തായാലും അവരവർക്ക് അവരവരുടെ നാട്ടിൽ ആഘോഷിക്കുമ്പോഴാണ് അതിന് കുറച്ച് സന്തോഷം ഉണ്ടാകുന്നത്. നല്ല വൈബാണ് കേട്ടോ. ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചേക്കുന്നത് കണ്ടോ. ആൾക്കിത് കോഫി ഷോപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെ ഇവിടെയും വഴിയോര കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതില്ലേ, അതുകൊണ്ട് ബലൂണും ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്. അടിപൊളി. ഒരു 2 പേര് നടന്നു വരുന്നുണ്ട്. രാത്രിയാണ് ഇവിടെയൊക്കെ കാണാൻ ശരിക്കും ഭംഗിയെന്ന് പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാർ കൂടുതലും രാത്രികാലങ്ങളിലാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. കണ്ടില്ലേ, ഒപ്പോളെ എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. അടിപൊളി അടിപൊളി വൈബ് കേട്ടോ. ഒന്നും പറയാനില്ല. ഇതൊക്കെ നടന്ന് കാണേണ്ടുള്ള കാഴ്ച തന്നെ കേട്ടോ. രാത്രി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴേ എന്ത് രസം ഇതൊക്കെ കാണാൻ. വലിയ വലിയ പാവകളൊക്കെ ഇരിക്കുന്നു. കുഞ്ഞുങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇതെല്ലാം. ഉള്ള വലിയ മിക്കി മൗസും എല്ലാം കിടക്കുന്നുണ്ടോ. അടിപൊളി. അല്ല, ആൾക്കാരൊക്കെ നല്ല കിടിലും ജാക്കറ്റൊക്കെ ഇട്ട് പോവുക. അതുപോലെ തണുപ്പാണ് കേട്ടോ ഇവിടെയൊക്കെ. തണുപ്പിൻ്റെ കാര്യം പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പറയണ്ട. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു -8 ഡിഗ്രി തണുപ്പാണ്. മഞ്ഞ് വീഴ്ചയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. പക്ഷേ ഈ പ്രാവശ്യം മഞ്ഞ് വീഴ്ച കുറച്ച് ലേറ്റാണ് കേട്ടോ. എന്താണെന്നറിയത്തില്ല. ഈ കഴിഞ്ഞ വർഷം ഈ ഡിസംബറൊക്കെ ഇവിടെ ഫുള്ള് മഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ അടുത്ത ഒരു നാട്ടുകാരനെ കണ്ട്. പുള്ളി തമിഴ്നാട്ടുകാരനാണ്. ഹലോ ബ്രദർ. ഹലോ. എന്താ പേരെന്താ? അജിത് കുമാർ. അജിത് കുമാർ. എന്താ ഊരും കാര്യം? തഞ്ചാവൂർ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് എவ்வளோ നാൾ അയച്ചു? ഞാൻ വന്ന് 2 വർഷം ആയിട്ട്. 2 വർഷം അയച്ചു. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അടിപൊളി ക്രിസ്മസ് ട്രീ ഒക്കെ ഇരിക്കുന്നുണ്ടോ, അലങ്കരിച്ചേക്കുന്നുണ്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളിയാണ് കാണാൻ. രാത്രി ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളും കൂടുതലാണ്. നല്ല തിരക്കുണ്ട്. ആൾക്കാരെല്ലാം അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് കിടക്കും കേട്ടോ. രാത്രി ഇതൊക്കെ ഒന്ന് കാണേണ്ടത്. മേരി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. സ്വീറ്റ്സൊക്കെ ഇരിക്കുന്നൊരു കട. പുള്ളിക്കാർ നിൽക്കുന്നു. നല്ല ടേസ്റ്റായിരിക്കും ചിലപ്പോൾ കേട്ടോ ഇതൊക്കെ കഴിക്കാനൊക്കെ. കേക്കാണെന്ന് തോന്നുന്നുണ്ടോ. അടിപൊളി. ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ക്രിസ്മസ് പ്രമാണിച്ചുള്ള കച്ചവടമാണ്. നല്ല വെറൈറ്റി ചോക്ലേറ്റാണെന്ന് ഇവിടെ കണ്ടിട്ട് അടിപൊളി. അത് വെച്ചിരിക്കുന്നതാണ് തന്നെ എന്ത് ഭംഗിയുണ്ട്. വീഡിയോ എടുക്കുന്നുണ്ട്. ഒരാൾ വന്ന് നോക്കുന്നു. ഹായ് ഹായ്. ഓ ആ കാണിച്ചു.
ബണ്ണും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടയാന്ന് തോന്നുന്നു. വലിയ ബണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ, അടിപൊളി. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളിതൊന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. മരത്തടി പോലെ ഇരിക്കുന്നു കണ്ടിട്ട്. ഇവിടെ കണ്ടില്ലേ, തണുപ്പായതുകൊണ്ട് ആളുകൾക്ക് ചൂടുവെള്ളമുള്ള സെറ്റപ്പാണ്. നല്ല രസമുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്ന് തീ കായുന്നത് കാണാൻ. ചോക്ലേറ്റ് ഇരിക്കുന്ന കടയാണ് കേട്ടോ. ക്രിസ്മസ് പ്രമാണിച്ച് തുറന്നു വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഇവിടെ കണ്ടിട്ടില്ല. ഈ ഇരിക്കുന്ന എല്ലാം ചോക്ലേറ്റാണ് കേട്ടോ. നല്ല രസമുണ്ട് അതൊക്കെ കാണാൻ. ജെല്ലി ടൈപ്പ് ചൂയിങ് ഗം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഉള്ള കളറെല്ലാം കലക്കി വെച്ചേക്കുവാ. പക്ഷെ വിശ്വസിച്ച് കഴിക്കാം കേട്ടോ. കാരണം ഇവിടെ ഒന്നും അങ്ങനെ വലിയ സീനുണ്ടാകത്തില്ല. ഇവരെല്ലാ കാര്യവും വളരെ കൃത്യതയോടുകൂടിയും വൃത്തിയോടുകൂടിയൊക്കെ ചെയ്യുന്നതാണ്. നമുക്കിവിടുന്ന്, ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഫുഡൊന്നും കഴിച്ചിട്ട് എനിക്കിതുവരെ ഒരു ഫുഡ് കഴിച്ചതിൻ്റെ പേരിലൊരു അസ്വസ്ഥത ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു മിഠായി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായില്ലേ? ഇതൊക്കെയാണ് പോളണ്ടിലെ ക്രിസ്മസ് കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടൊന്ന് അമർത്തണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് ബൈ.